السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാഥൻ നമ്മേവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർച്ചയായി 5-ാം ദിവസം നാം നടത്തിവരുന്ന ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമെന്നുള്ളത് അന്ത്യപ്രവാചകൻ്റെ അന്ത്യനിമിഷങ്ങൾ എന്നുള്ള വിഷയമായിട്ടാണ്. നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഇന്നുവരെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് അയച്ച നബിമാരിൽ ലോകം കണ്ട ഏറ്റവും മഹത് വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലൊരു വ്യക്തി ഇന്ന് ഈ ലോകത്ത് വേറെ ഒരാളുമില്ല, ഇനി ഒരാളും ജനിക്കുകയുമില്ല. അദ്ദേഹം ആധുനികതയുടെ നേതാവായിരുന്നു. ആഹ്വാനങ്ങൾ നടത്തി, വാഗ്ദാനങ്ങൾ നടത്തി ഒളിച്ചോടുന്ന നേതാവായിരുന്നില്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തൻ്റെ സഹാബത്തുകൾക്ക്, തൻ്റെ അനുയായികൾക്ക് എല്ലാ മേഖലകളിലും മനുഷ്യ ജീവിതത്തെ എങ്ങനെ സംവിധാനിക്കണമെന്ന് കാണിച്ചു തന്ന മഹത് വ്യക്തിത്വമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ ജീവിതം ഒരു തുറന്നിട്ട പാഠപുസ്തകം പോലെയായിരുന്നു. ലൈലുഹ കനഹാരിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ്. ലൈലുഹ, അതിൻ്റെ രാവ് പോലും കനഹാരിഹ, പകല് പോലെ വെളുത്തതായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ യാതൊരു മറയും ഉണ്ടായിരുന്നില്ല, യാതൊരു രഹസ്യവും ഉണ്ടായിരുന്നില്ല. കാരണം ആ ജീവിതം നോക്കിയിട്ടായിരുന്നു തൻ്റെ സ്വഹാബത്തുകളും തൻ്റെ അനുയായികളും അവരുടെ ജീവിതം നയിച്ചു പോയിരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്തിക ജീവിതമായിക്കൊള്ളട്ടെ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതമായിക്കൊള്ളട്ടെ, കുടുംബ ജീവിതമായിക്കൊള്ളട്ടെ, അദ്ദേഹവും അയൽപക്കവും തമ്മിലുള്ള ബന്ധമായിക്കൊള്ളട്ടെ, കൂട്ടുകാരുമായി ഉള്ള ബന്ധമായിക്കൊള്ളട്ടെ, മറ്റു മതസ്ഥരുമായുള്ള ബന്ധം ആയിക്കൊള്ളട്ടെ, ഏതു തരത്തിലും നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു മഹത് വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നേ വരെ ലോകത്ത് നബിയെ പോലെ മറ്റൊരാൾ ജനിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കി. നമുക്കറിയാം,
ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏതൊരു രംഗത്തും ഏതൊരു മേഖലകളിലും ഏതൊരു വിഷയങ്ങളിലും നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഏക വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊരു ഉപ്പയാണെങ്കിൽ ഫാത്തിമ ബീവിയുടെ ഉപ്പയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങൾ ഒരു ഭർത്താവാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും ഖദീജ റളിയല്ലാഹു അൻഹയുടെയും ഭർത്താവിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങൾ ഒരു പേരക്കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയിൽ മാതൃകയുണ്ട്. നിങ്ങളൊരു നേതാവാണെങ്കിൽ തന്റെ സമൂഹത്തെ മുന്നോട്ട് നയിച്ച ഉന്നതിയിലേക്ക് നയിച്ച ഒരു അപ്പൊ നമ്മൾ സൂചിപ്പിച്ചു വന്നത് ഏതൊരു മേഖലയിലും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കാം എന്നുള്ളതാണ്. നിങ്ങളൊരു വിധികർത്താവാണോ എങ്കിൽ ഹജറുൽ അസ്വദ് വെക്കുന്നതിനെ കുറിച്ചുള്ള തർക്കത്തിൽ അസാധാരണ വിധി കൽപ്പിച്ച വിധികർത്താവിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. എന്നാൽ നിങ്ങളൊരു ഭരണാധികാരിയാണോ എങ്കിൽ അറേബ്യയുടെ ഭരണാധികാരിയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇനി നിങ്ങൾ പരാജയപ്പെട്ടവനാണോ എങ്കിൽ ഉഹുദ് യുദ്ധത്തിൽ അമ്പയെ പരാജയപ്പെട്ട മുസ്ലിങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഇനി നിങ്ങൾ ദരിദ്രനാണോ എങ്കിൽ 2 കൊല്ലം ഷിഅബു അബീ ത്വാലിബിൽ 2 കൊല്ലം പച്ചപ്പുല്ല് തിന്ന് ജീവിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. അങ്ങനെ ധാരാളം തരത്തിൽ മേഖലകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് മാതൃകയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃക മാത്രമല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സൽസ്വഭാവിയായിരുന്നു, സൽഗുണങ്ങൾ അടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. സ്നേഹത്തിന് പര്യായമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമാധാനത്തിന് പര്യായമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹിഷ്ണുതയ്ക്ക് പര്യായമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അനേകം സ്വഭാവങ്ങൾക്ക് പര്യായമായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നക ലഅലാ ഖുൽഖിൻ അലീം. നബിയെ, താങ്കൾ തീർച്ചയായും മഹത്തരമായ ഒരു സ്വഭാവത്തിന് ഉടമയാണ് നബിയെ. അതുപോലെ തന്നെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയേണ്ട ജീവിതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണ്? അന്ന് IT ഇല്ല, വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, അതുപോലുള്ള മറ്റു സമൂഹ മാധ്യമങ്ങളില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ലോകമെമ്പാടും പ്രതിഫലിച്ചു എന്നുള്ളതാണ്. അതാണ് അള്ളാഹു പറയുന്നത്, വറഫഅനാ ലക ദിക്റക. നിന്റെ കീർത്തി നാം നിനക്ക് ഉയർത്തി തരികയും ചെയ്തിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഉമ്മിയായ 40 വയസ്സ് വരെ ഒരു കിതാബും തൊടാത്ത, ഒരു അക്ഷരവും വായിക്കാത്ത, ഒരു അക്ഷരവും പഠിക്കാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് ഏൽപ്പിച്ച ദൗത്യം തന്റെ സമൂഹത്തിനെ ഒരു വിദ്യാസമ്പന്നരായ സമൂഹമാക്കി മാറ്റാനും ആ സമൂഹത്തിനെ ലോകത്തിന്റെ ഉന്നതിയിൽ എത്തിക്കാനുമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഉമ്മിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം, വമാ കുന്തു തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ്. ഓ നബിയെ, ഇതിനു മുമ്പ് ഒരു കിതാബും താങ്കൾ വായിച്ചിട്ടില്ല. വലാ തഖുത്തുഹു ബിയമീനിക്. വലത് കൈകൊണ്ട് ഒന്നും എഴുതിയിരുന്നില്ല നബിയെ. ഇനി അഥവാ അങ്ങനെ എഴുതിയിരുന്ന ഒരാളായിരുന്നെങ്കിൽ, വിദ്യാസമ്പന്നനായ ഒരാളായിരുന്നെങ്കിൽ, എഴുത്തും വായനയും അറിയുന്ന ഒരാളായിരുന്നെങ്കിൽ, ഇദല്ലർതാബൽ മുബ്തിലൂൻ, താങ്കളുടെ മേൽ പല ആക്ഷേപങ്ങളും അവർക്ക് പറയാമായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അറിവും വായനയും അറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അറിവുള്ള ആളായിരുന്നെങ്കിൽ അവർക്ക് പല കാരണങ്ങളും പറഞ്ഞു ഒഴിയാമായിരുന്നു. എന്നാൽ അറിവില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ബുക്ക് കൈകൊണ്ട് തൊടാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ ഉന്നതിയിൽ എത്തിച്ചെന്ന് നോക്കുമ്പോൾ എത്ര അത്ഭുതകരമാണ്. നോക്കൂ നിങ്ങൾ. മാത്രമല്ല അള്ളാഹു പറയുന്നു, കാഫത്തൽ ലിന്നാസ്. മക്കയിലേക്ക് വേണ്ടിയല്ല, മദീനയിലേക്ക് വേണ്ടിയല്ല, അറേബ്യയിലേക്ക് വേണ്ടിയല്ല, ലോകത്തിനെമ്പാടും വേണ്ടിയാണ് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. കാഫത്തൽ ലിന്നാസ്, എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ അയച്ചത്. അങ്ങനെ ലോകത്ത് മുഴുവനും ഇസ്ലാം പടർന്ന് പന്തലിക്കുകയാണ്. ഇസ്ലാം ഉന്നതിയിലെത്തി. അത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നറിയിപ്പ് എത്തുകയാണ്, നബിയെ, താങ്കൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ സമയമായി എന്ന മുന്നറിയിപ്പ് എത്തുകയാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് 80 ദിവസം മുൻപ് ഇറങ്ങുന്ന ഒരു അധ്യായമാണ് ഞാൻ മുമ്പ് ഓതി വെച്ച സൂറത്തുൻ നസ്ർ എന്നുള്ളത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഓ നബിയെ, അള്ളാഹുവിന്റെ സഹായം, വിജയം വന്നെത്തിയാൽ, വറഅയ്തൻ ഓ മുആദേ, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹദാ. ഓ മുആദേ,
നീ അടുത്ത കൊല്ലം ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ, നീ അടുത്ത കൊല്ലം നിന്റെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നിനക്ക് എന്നെ ഇവിടെ കാണാൻ കഴിയില്ല, ചിലപ്പോൾ നമ്മൾ കണ്ടുമുട്ടില്ല മുആദേ. എന്നിട്ട് പറയുകയാണ് ചിലപ്പോൾ നിനക്ക് എന്റെ മസ്ജിദിനും എന്റെ ഖബറിനും ഇടയിലൂടെ നടക്കേണ്ടി വന്നേക്കാം എന്ന് പറഞ്ഞ ഉടനെ മുആദ് ബിൻ ജബൽ പൊട്ടിക്കരയുകയാണ്. മുആദ് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്തിനാണ് മുആദ് നീ കരയുന്നത്? കരയാണ്ട. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനെ യാത്രയാക്കുകയാണ്. ആ വർഷം, ഈ സൂറത്ത് ഇറങ്ങിയ വർഷം ഹിജ്റ 10-ാം വർഷമായിരുന്നു. തന്റെ ജീവിതത്തിലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷമാണ് ഹിജ്റ വർഷം എന്നുള്ളത്. മാത്രമല്ല ധാരാളം പ്രത്യേകതകളുള്ള വർഷം കൂടിയായിരുന്നു ഹിജ്റ 10 എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാൻ കൂടിയായിരുന്നു ഹിജ്റ 10-ാം വർഷത്തിലെ എന്നുള്ളതാണ്. സഹാബികൾ പറയുന്നു, കാന യഅതഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാനി ഹത്താ തവഫാഹു അല്ലാഹു തആല. കാന യഅതഖിഫുൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ. റമളാനിലെ അവസാന 10 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇത്തികാഫിരിക്കുമായിരുന്നു. ഹത്താ തവഫാഹു അല്ലാഹു തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതുവരെ അവസാന 10 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന 10 ദിവസങ്ങളിൽ, റമളാനിന്റെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫിരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഹിജ്റ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസം, അവസാന 20 ദിവസം ഇഅ്തികാഫിരുന്നതായി നമുക്ക് കാണാം. മാത്രമല്ല ജിബ്രീൽ അലൈഹി വസല്ലം എല്ലാ റമളാൻ മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഒരു തവണ പൂർണ്ണമായി ഓതി പഠിപ്പിക്കാറുണ്ടായിരുന്നു. എന്നാൽ ആ ഹിജ്റ 10-ാം വർഷം റമളാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 തവണയാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ള വർഷമാണ് ഹിജ്റ 10-ാം വർഷം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നു ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നത് എന്നതാണ്. ആ ഹജ്ജിന്റെ വേളയിൽ ജംറന്റെ അടുത്ത് വെച്ച് വഹുവ അലാ ബഹീരിഹി, താൻ തന്റെ ഒട്ടകത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ വഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ അയ്യുഹൻ നാസ്, ഓ ജനങ്ങളെ, ഖുദൂ മനാസികകും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ കൃത്യമായി പഠിച്ചുകൊള്ളണേ. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ. കാരണം അടുത്ത വർഷം ഇത് പഠിപ്പിക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അടുത്ത വർഷം ഞാൻ ഹജ്ജ് ചെയ്തു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഖുദൂ മനാസികകും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ചുകൊള്ളൂ. അങ്ങനെ ആ ഹിജ്റ 10-ാം വർഷം കഴിയുകയാണ്. ഹിജ്റ 11-ാം വർഷം വന്നു. അതിൽ മുഹറം മാസം കഴിഞ്ഞു, സഫർ വന്നു. സഫർ മാസത്തിൽ പ്രവാചകൻ ഒരു ദിവസം തന്റെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്നി ഫറത്തുകും വ അന ഷഹീദുൻ അലൈക്കും, ഞാൻ കാത്തു നിൽക്കും, ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാണ്. വ ഇന്നി വല്ലാഹി ലാ അൻദുറു ഇലാ ഹൗളി, തീർച്ചയായും നിങ്ങൾക്ക് എന്നെ ഹൗലുൽ കൗസറിന്റെ അടുത്ത് തീർച്ചയായും നിങ്ങൾക്ക് എന്നെ കാണാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതൊരു അറിയിപ്പായിരുന്നു സ്വഹാബികൾക്കുള്ളത്. അങ്ങനെ ഇരിക്കെ ഒരു സ്വഹാബി മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം കഴിഞ്ഞ് ബഖീഉൽ അർഖദിൽ നിന്ന് മടങ്ങി വരുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറുതായി ഒരു തലവേദന അനുഭവപ്പെടുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലവേദന കഠിനമായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഓ എന്റെ തല, ഓ എന്റെ തല, ആയിഷ എന്റെ തല എനിക്ക് വേദനയാകുന്നുണ്ട്, എന്റെ തല പൊട്ടുന്ന തരത്തിൽ എനിക്ക് വേദനയാകുന്നുണ്ട് ആയിഷ. നോക്കൂ നിങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലവേദന കഠിനമായ സന്ദർഭത്തിൽ തന്റെ പ്രിയപത്നിയായ ആയിഷയോട് പറയുകയാണ്, ആയിഷ എന്റെ തല പൊട്ടുന്ന തരത്തിൽ എനിക്ക് വേദനയുണ്ട് ആയിഷ. അങ്ങനെ ആ തലവേദന പിന്നെ പനിയിലേക്ക് മാറുകയാണ്. കടുത്ത പനിയായി മാറി. ആ തലവേദന പിന്നെ പനിയിലേക്ക് മാറി. തലവേദനയും പനിയും കടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഐന അനൗദ, നാളെ ഞാൻ എവിടെയാണ്? ഐന അനൗദ, നാളെ ഞാൻ എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 9 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. ആ 9 ഭാര്യമാർക്കും തന്റെ ജീവിതം തുല്യമായി പങ്കിട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഐന അനൗദ, നാളെ ഞാൻ എവിടെയാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പറയുകയാണ്, യാ നബി, നാളെ നിങ്ങൾ ഇന്ന ഭാര്യയുടെ അടുത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിക്കുകയാണ്, ഐന അനൗദ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് കാര്യം മനസ്സിലായി.
അപ്പോൾ ഭാര്യമാർ പറഞ്ഞു, നബിയെ താങ്കൾക്ക് എവിടെയാണ് ഏറ്റവും ഉത്തമം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് തിരഞ്ഞെടുക്കുകയും ആ ഭാര്യമാർ സമ്മതം മൂളുകയും ചെയ്തു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ ദിവസം രാത്രിയായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മുഅവ്വിദാത്ത് ഓതി കിടന്നുറങ്ങാറാണ് പതിവ്. ഫലം ഇഷ്തദ്ദ വജ്അഹു കുന്തു അഖ്റഉ അലൈഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തലവേദന കഠിനമായ സന്ദർഭത്തിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഅവ്വിദാത്ത് ഓതി കൊടുക്കുകയാണ്. വഅംസഹു ബിയദിഹി. എന്നിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തടവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടവി. കാരണം എന്താ? റജാ ബർക്കതിഹ. എൻ്റെ കയ്യിലുള്ളതിനേക്കാളും ബർക്കത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ ഉപയോഗിച്ച് തടവിയത്. അങ്ങനെ ആ ദിവസം കടന്നുപോയി. റബീഉൽ അവ്വൽ വരികയാണ്. റബീഉൽ അവ്വലിന്റെ അവസാന 5 ദിവസങ്ങളെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത്. ആ 5ാമത്തെ ദിവസം ആയിഷ ബീവി പറയുകയാണ്, മഗ്രിബ് നമസ്കാരത്തിന് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുന്നില്ല. മഗ്രിബ് നമസ്കാരം ബാങ്ക് കൊടുത്ത സന്ദർഭത്തിൽ നബിക്ക് പള്ളിയിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ നബി തന്റെ ഭാര്യമാരോട് പറയുകയാണ്, ഹരിക്കു അലയ്യ മിൻ സബ്ഇ ഖിർബ്. വ്യത്യസ്ത 7 കിണറുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് എൻ്റെ ശരീരത്തിൽ ഒഴുക്കൂ. അങ്ങനെ തൻ്റെ പത്നിമാർ 7 കിണറുകളിൽ നിന്ന് വ്യത്യസ്ത വെള്ളങ്ങൾ കൊണ്ടുവന്ന് തൻ്റെ ശരീരത്തിന് മുകളിലൂടെ ഒഴിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക്കും ഹസ്ബുക്കും, മതി മതി, അത്ര മതി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ഫസല്ലല്ലാ ലഹും, അവരുമായി മഗ്രിബ് നമസ്കരിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അൻ യുതിയഹു മിൻ സഹറത്തി ദുനിയ മാ ശാഅ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു അടിമയെ അള്ളാഹു വിളിച്ചു. ആ അടിമയോട് അള്ളാഹു പറഞ്ഞു, ഈ ഭൂമിയിലുള്ള മുഴുവനും തരാം, ഈ ഭൂമിയിലുള്ള മുഴുവൻ സുഖ സൗകര്യങ്ങളും നിനക്ക് തരാം, ഈ ഭൂമിയിലെ സർവ്വ സുഖങ്ങളും തരാം. എന്നാൽ അത് നീ ഒഴിവാക്കിയാൽ വേറെയൊന്നുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം. എന്നിട്ട് നബി പറയുകയാണ്, ഫഖ്താറ മാ ഇൻദ. അപ്പോൾ ആ വ്യക്തി അള്ളാഹുവിന്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തു. അത് കേട്ട ഉടൻ അബൂബക്കർ കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫഖാല ഫദൈനാക ബിആബാഇനാ വഉമ്മഹാതിനാ. നബിയെ താങ്കൾക്ക് ഞങ്ങളുടെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും പ്രായശ്ചിത്തമുണ്ട് നബിയെ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ കൂടിയിരുന്ന സ്വഹാബികൾക്ക് ഇതൊന്നും മനസ്സിലായില്ല. അവർ പറയുകയാണ്, വഖാലൽ അസ്ഹാബ് ഉൻദുർ ഇലാ ഹാദാ ഷൈ. ഈ വയസ്സായ വാർദ്ധക്യം ചെന്ന മനുഷ്യരിലേക്ക് നോക്കൂ. യുഖ്ബിറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബ്ദിൻ ഖയ്യറഹുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഒരു അടിമയെ കുറിച്ച്, അല്ലാഹു തിരഞ്ഞെടുത്തതായ ആ അടിമയെ കുറിച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അബൂബക്കർ വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവൽ മുഖയ്യർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ തിരഞ്ഞെടുത്തവൻ. അതായത് ആ അടിമയോട് അള്ളാഹു പറഞ്ഞു, ഈ ഭൂമിയിലെ മുഴുവനും തരാം. എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് അള്ളാഹുവിനെ തിരഞ്ഞെടുത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. വകാന അബൂബക്കർ ഹുവ അലമനാ. വകാന അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഹുവ അലമന, എന്നെ മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ന മിൻ അമന്നാസി അലയ്യ ഫീ സുഹബതിഹി വമാലിഹി അബൂബക്കർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക രംഗത്തിലാകട്ടെ മറ്റു സഹവാസ രംഗത്തിലാകട്ടെ ഏറ്റവും നിർഭയമായി ഞാൻ ഇടപെട്ടത് അബൂബക്കറുമായിയാണ്. അങ്ങനെ വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ മിൻ ഉമ്മതി ലത്തഖൽതു അബൂബക്കർ. ഇനി അഥവാ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഞാനൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ അത് അബൂബക്കർ ആയിരുന്നേനെ എന്ന് അബൂബക്കർ മഗ്രിബ് നമസ്കാരമായ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മഗ്രിബ് നമസ്കാരത്തിൽ യഖറഉ ഫിൽ മഗ്രിബി വൽ മുർസലാത്തി ഉർഫ. മഗ്രിബ് നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുർസലാത്തി ഉർഫ, സൂറത്തുൽ മുർസലാത്ത് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത്. അങ്ങനെ ആ നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിലേക്ക് മടങ്ങി. ഇശാഅന് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിനായി എണീക്കുന്ന സന്ദർഭത്തിൽ നബി അതാ ബോധം കെട്ട് താഴെ വീഴുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലത്തേക്ക് വീഴുന്നു. ബോധം വന്ന സന്ദർഭത്തിൽ പ്രവാചകൻ ആദ്യം ചോദിച്ചത് എനിക്കെന്താണ് സംഭവിച്ചത് എന്നല്ല, ഞാൻ എങ്ങനെ നിലത്തു വീണു എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്
ജനങ്ങൾ നമസ്കരിച്ചോ? ജനങ്ങൾ നമസ്കാരം പൂർത്തിയാക്കിയോ? അപ്പൊ പ്രിയ പത്നിമാര് പറയുന്നു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല പ്രവാചകരെ, അവർ നമസ്കാരം പൂർത്തിയാക്കിയില്ല. ഹും യന്തളിറൂനക, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്. ലൗനി മാഅം ഫിൽ മിഗ്ളബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലൗനി മാഅം ഫിൽ മിഗ്ളബ്, ആ പാത്രത്തിൽ വെള്ളം എനിക്ക് കൊണ്ടുതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുഖം കഴുകിക്കൊണ്ട് വീണ്ടും തന്റെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ വീണ്ടും ബോധരഹിതനായി വീഴുകയാണ്. അങ്ങനെ ആ വീണെടുത്ത് നിന്ന് ബോധം വന്ന സന്ദർഭത്തിൽ നബി വീണ്ടും ചോദിക്കുകയാണ്, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചു എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ലാ യാ റസൂലല്ലാഹ്, അവർ നമസ്കരിച്ചിട്ടില്ല. ഹും യന്തളിറൂനക, അവർ താങ്കളെ കാത്തു നിൽക്കുകയാണ് എന്നുള്ളതായിരുന്നു ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുഖം വീണ്ടും കഴുകുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി വീഴുകയും ബോധത്തിൽ നിന്ന് ഉണരുന്ന സന്ദർഭത്തിൽ ഇതേ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചു? അപ്പോഴും അവരുടെ ഉത്തരം ലാ യാ റസൂലല്ലാഹ് ഹും യന്തളിറൂനക, ഇല്ല നബിയെ, അവർ നമസ്കരിച്ചിട്ടില്ല, അവർ താങ്കളെ കാത്തു നിൽക്കുകയാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയെ അബൂബക്കറിനെ അടുത്ത് അയച്ചിട്ട് പറഞ്ഞു, ആ സ്വഹാബി പറഞ്ഞു, ഇന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഅമുറുക അൻ തുസല്ലിയ ബിന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കളോട് കൽപ്പിക്കുകയാണ്, ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. എന്നാൽ ഇത് കേട്ട ഉടനെ അബൂബക്കർ പള്ളിയിലേക്കല്ല ഓടിയത്. ഭയപ്പെട്ടുകൊണ്ട് നേരെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഓടിക്കൊണ്ട് പറഞ്ഞു, യാ ഉമർ സല്ലി ബിന്നാസ്, ഓ ഉമറേ, നീ ജനങ്ങൾക്ക് ഇമാമായി കൊണ്ട് നിന്ന് നമസ്കരിക്കൂ. അതുമാത്രമല്ല, നബി വളരെ അവശനാണ്, നബിക്ക് ഇമാം നിൽക്കാൻ കഴിയില്ല എന്നും കൂടി പറയുന്ന സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൻത അഹഖു ബിദാലിക്, അബൂബക്കറെ, താങ്കളാണ് അതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള വ്യക്തി എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അന്നു മുതൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവയാണ് മസ്ജിദുൻ നബവിയിൽ ഇമാമായി നിന്നിട്ടുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു, അദ്ദേഹം ലോലഹൃദയനായിരുന്നു. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇന്ന അബൂബക്കർ റജുലുൻ റഖീഖ്, നബിയെ, എന്റെ വാപ്പയായ അബൂബക്കർ ഉണ്ടല്ലോ, ആ അബൂബക്കറിന്റെ ഹൃദയം ലോലമാണ്, ലോലഹൃദയനാണ് എന്റെ വാപ്പ നബിയെ. ഇദാ ഖറഅ അലാ ഖൽബഹുൽ ബുകാ, അതുകൊണ്ട് എന്റെ വാപ്പ ഇമാം നിന്നാൽ അദ്ദേഹം ഖുർആൻ ഓതുമ്പോൾ നബിയെ, അദ്ദേഹത്തിന്റെ കരച്ചിൽ ഖുർആനിനേക്കാൾ അധികരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറൂ, നീ അവനോട് കൽപ്പിക്ക്, അബൂബക്കറിനോട് കൽപ്പിക്ക് ഇമാം നിൽക്കാൻ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇന്ന അബൂബക്കർ റജുലുൻ റഖീഖ്, നബിയെ, ലോലഹൃദയനാണ് എന്റെ വാപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, മുറൂ, നീ അവനോട് കൽപ്പിക്ക് ഇമാം നിൽക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും ഇത് ആവർത്തിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരം, മുറു, നീ അവനോട് കൽപ്പിക്കുക. എന്നിട്ട് ആയിഷയിലേക്ക് നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നകുന്ന സവാഹിബു യൂസുഫ, നിങ്ങൾ യൂസുഫിനെ ഇറക്കിയ ആളുകളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി, അതിൽ പല കാരണങ്ങളുമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. അവസാനത്തെ 3-ാം ദിവസത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ ളുഹർ സമയം നബിക്കൊരു ആഗ്രഹം, തന്റെ പള്ളിയിലേക്കൊന്ന് പോകാൻ, തന്റെ പള്ളിയിലേക്കൊന്ന് നമസ്കാരത്തിന് വേണ്ടി ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആഗ്രഹം. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവയും അബ്ബാസ് റളിയല്ലാഹു അൻഹുവുമാണ് നബിയുടെ വസതിയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ 2 പേരുടെയും തോളിൽ കൈയിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിലേക്ക് പോവുകയാണ്. ചരിത്രത്തിൽ ശ്രദ്ധിച്ചാൽ കാണാം, ആ പോകുന്ന വഴിയിൽ ഒരു വര രൂപപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം മൂർച്ഛിച്ചത് കാരണം തന്റെ കാൽ നിലത്തുകൂടെ ഇഴച്ചു കൊണ്ടുപോകേണ്ടി വന്നു. ആ ഇഴച്ചു കൊണ്ടുപോകേണ്ടി വന്നത് കാരണമാണ് ആ മരുഭൂമിയിൽ ഒരു മര രൂപപ്പെട്ടതെന്ന് കാണാം. അങ്ങനെ പള്ളിയിലെത്തിയ സന്ദർഭത്തിൽ എല്ലാവരും സൊഫായി അണിയണിയായി നിന്ന സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇമാം നിൽക്കാൻ വേണ്ടി മുന്നോട്ട് നിന്ന സന്ദർഭത്തിൽ നബിയെ കാണുകയാണ്. ആ സമയം തന്നെ അബൂബക്കർ പിറകോട്ട് മാറി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅശാറ ഇലൈക, നബി കൈകൊണ്ട് കാണിച്ചു, അബൂബക്കർ ഇമാം നിന്നുകൊള്ളൂ എന്ന് പറഞ്ഞ സന്ദർഭത്തിലും അബൂബക്കർ പറയുന്നുണ്ട്, ഇല്ല നബിയെ, താങ്കൾ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഇമാം നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് കയറി നിന്ന് അവിടെ ഇരുന്നു. എന്നിട്ട് തന്റെ അടുത്ത് അബൂബക്കർ റളിയല്ലാഹുവിനെ വെച്ചുകൊണ്ടാണ് ആ നമസ്കാരം, ആ ളുഹർ നമസ്കാരം പൂർത്തിയാക്കിയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുന്നത് നമുക്ക് കാണാം. അങ്ങനെ ആ 3-ാം ദിവസം കടന്നുപോയി. അവസാനത്തെ 2-ാം ദിവസത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചുറ്റുപാടും ഒന്ന് നോക്കി. ആ സന്ദർഭത്തിൽ നബി കാണുകയാണ്, തനിക്ക് ഒരു ചെറിയ കുട്ടിയായ ഒരു അടിമയുണ്ടായിരുന്നു. എന്നിട്ട് നബി ആ കുട്ടിയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ സ്വതന്ത്രനാണ്,
നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ആ കുട്ടിയെ പറഞ്ഞു വിടുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, എൻ്റെ എക്കാലത്തെയും സമ്പാദ്യമായ ആ സമ്പത്തുണ്ടല്ലോ അതിങ്ങ് എടുത്തുകൊണ്ടുവാ എന്ന് പറയുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹു ഒരു കിഴി എടുത്തുകൊണ്ട് ചെല്ലുകയാണ്. ആ കിഴി തുറന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിക്കണം, അറേബ്യയുടെ രാജാവായ ഭരണാധികാരിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പത്ത് എന്നുള്ളത് വെറും 7 ദീനാർ മാത്രമാണ്. നബിക്ക് ബാക്കിയുള്ളത് വെറും 7 ദീനാർ മാത്രമാണ്. എന്നിട്ട് അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഓ ആയിഷ, നീ അത് സ്വതക്ക കൊടുക്ക്, എന്റെ മുഴുവൻ സമ്പാദ്യവും നീ സ്വതക്ക കൊടുക്കുക ആയിഷ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ അതും മറ്റു ജനങ്ങളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ കൊടുക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് തന്റെ പടയങ്കി കാണാനില്ല. അപ്പോഴാണ് നബി ആലോചിച്ചത്, 30 സാ ഗോതമ്പിന് വേണ്ടി, ആലോചിക്കണം നിങ്ങൾ, 30 സാ ഗോതമ്പിന് വേണ്ടി ഒരു ജൂതന് തന്റെ പടയങ്കി വിൽക്കേണ്ടി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അത്രയും ദാരിദ്ര്യമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ദരിദ്രമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന് രാത്രി ഞാൻ വിളക്ക് കത്തിക്കാൻ നോക്കിയ സന്ദർഭത്തിൽ അവിടെ എണ്ണയില്ല, വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. അങ്ങനെ ഞാൻ വീടാന്തരം കയറി എണ്ണ ഇരവ് വാങ്ങേണ്ടി വന്നു എന്ന് പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അങ്ങനെ ആ ദിവസവും കടന്നുപോയി. ഇനി ഏറ്റവും അവസാനമായ നബി ജീവിതത്തിന്റെ അവസാന ദിനത്തിലേക്ക് നാം കടക്കുന്ന സന്ദർഭത്തിൽ, സുബഹി നമസ്കാരമായ സന്ദർഭത്തിൽ, ഖബല തുലൂഇ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മദീനയിലെ ഈത്തപ്പനകളെ രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന തരത്തിലുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് വിളിക്കുന്നു. അസ്സലാത്തു ഖൈറും മിനൻ നൗം, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ആ വാക്കുകൾ കേട്ട മദീന ഉണരുകയാണ്. മദീനത്തെ എമ്പാടുമുള്ള ജനങ്ങൾ മദീന പള്ളിയിലേക്ക് വരുന്നത് നമുക്ക് കാണാം. ആ സന്ദർഭത്തിൽ അവരുടെ എല്ലാവരുടെയും മുഖത്തിൽ സങ്കടമാണ്. കാരണം ഹബീബിന് രോഗം മൂർച്ഛിച്ചിട്ടുണ്ടെന്ന് അവർക്കറിയാം. ഹബീബിനെ നേരിട്ടൊന്ന് കണ്ടിട്ട് ദിവസങ്ങളായി എന്ന് അവർക്കറിയാം. നമസ്കാരത്തിന് സ്വപ്പ് നിൽക്കുന്ന സന്ദർഭത്തിൽ അവർ അവരുടെ കണ്ണുകൾ വെട്ടിച്ച് ഇടത്തോട്ട് നോക്കുന്നുണ്ട്, നബിയുടെ വീട്ടിൽ വല്ല അനക്കവും ഉണ്ടോ എന്ന് നോക്കുന്ന സന്ദർഭത്തിൽ പോയതാ ആയിഷ ബീവിയുടെ വീട്ടിലെ സിത്ർ നീങ്ങുകയാണ്, ആയിഷ ബീവിയുടെ വീട്ടിലെ മറ നീങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കശഫ സിത്രതി ഹുജറതി ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ ആ സിത്ർ, ആ മറ നീങ്ങുകയാണ്. ഫനളറ ഇലൈഹിം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഫായി നിൽക്കുന്ന ജനങ്ങളിലേക്ക് നോക്കി, വഹം സുഫൂഫ്, അവർ അണി നിന്നുകൊണ്ടിരിക്കുകയാണ്. ഫതബസ്സമ യൽഹഖു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കുന്നുണ്ട്. അവരെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കുന്നുണ്ട്. അവർ വിചാരിച്ചു, വഹം യുരീദുൽ ഖുറൂജ്, അവർ വിചാരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഇമാമ നിൽക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. പക്ഷേ 14-ാം രാവിനേക്കാൾ സുന്ദരമായ മുഖം പുറത്തേക്കിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ സ്വഹാബികൾ പറയുന്നുണ്ട്, വഅമ്മൽ മുസ്ലിമൂന അൻ യഫ്തദിനൂ ഫീ സ്വലാത്തിഹിം, സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, എന്തൊരു പരീക്ഷണമാണ് റബ്ബേ, ഞങ്ങളുടെ നമസ്കാരം കുഴപ്പത്തിലായി പോകുമല്ലോ എന്ന് പോലും അവർ വിചാരിക്കുകയുണ്ടായി. കാരണം അത്രയേറെ സുന്ദരമായ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തേക്കിട്ട് നോക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല എന്ന് അവർ പറയുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅശാറ ഇലൈഹിം അതിമു സ്വലാത്തിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ നമസ്കാരം പൂർത്തീകരിച്ചു കൊള്ളുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മറ അടക്കുകയാണ്. അവസാനമായി സ്വഹാബികൾ തന്റെ ഹബീബിനെ കൺകുളിർക്കെ കണ്ട നിമിഷമായിരുന്നു അത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ എന്തെന്നാൽ, തന്റെ കട്ടിലിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരം തന്റെ വീട്ടിൽ നിർവഹിച്ചു. എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സന്ദർഭത്തിൽ തന്റെ മകളായ പ്രിയപുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആംഗ്യം കാണിച്ചുകൊണ്ട് വിളിച്ചു, ഇവിടെ മകളെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ സ്വകാര്യം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചെവിയിൽ പറയുന്ന സന്ദർഭത്തിൽ ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാണ്. ആ സമയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഒരു സ്വകാര്യം പറയുകയാണ്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് കണ്ട ആയിഷ റളിയല്ലാഹു അൻഹ ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഉപ്പ പറഞ്ഞത്? അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സാറനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു യഖ്ബുദു ഫീ വജ്ഹഹു അല്ലദീ തുവഫി ഫീഹി
മോളെ, ഉപ്പ യാത്ര പോകുകയാണ് ഈ വേദനയുമായി, ഒരിക്കലും തിരിച്ചു വരില്ല ഈ ഉപ്പ മോളെ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഞാൻ കരഞ്ഞു പോയി എൻ്റെ ഉമ്മ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഈ കുടുംബത്തിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി ഉപ്പയ്ക്ക് ശേഷം ഉപ്പയിലേക്ക് വന്നു ചേരുക നീയാണ് മോളെ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിച്ചിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം 6 മാസം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്ന് നബിയിലേക്ക് എത്തിച്ചേർന്നത്. ആദ്യമായി എത്തിയത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. എന്നാൽ ഈ പ്രയാസങ്ങൾ കണ്ട് സഹിക്കാൻ പറ്റാത്ത മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വകർബ അബാ വകർബ അബാ വകർബ അബാ, ഓ ഉപ്പ, ഉപ്പയുടെ വേദന കണ്ട് എനിക്ക് സഹിക്കുന്നില്ല ഉപ്പ, ഉപ്പ എനിക്ക് സഹിക്കുന്നില്ല ഉപ്പ. കാരണം അവർ തമ്മിലുള്ള ബന്ധം അത്രയും ഊഷ്മളമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളായ ഫാത്തിമ ബീവിയെ വിളിച്ചിരുന്നത് ഉമ്മു അബീഹ, തന്റെ ഉപ്പയുടെ ഉമ്മ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മകളായ പ്രിയപുത്രിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിരുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഫഖാല ലൈസ അലാ അബീകി കർബും ബഅദൽ യൗം, ഓ മോളെ, ഈ ഒരു ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പക്ക് ഒരു വേദനയുമില്ല, നിന്റെ ഉപ്പക്ക് ഒരു വേദനയും അനുഭവിക്കേണ്ടി വരികയുമില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരക്കുട്ടികളായ ഹസ്സൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും തന്റെ അടുത്തേക്ക് വിളിക്കുകയും അവരുടെ ഭാര്യമാരെയും അടുത്തേക്ക് വിളിക്കുകയും എന്നിട്ട് ഉപദേശിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന കഠിനമാകുകയാണ്. ആ സന്ദർഭത്തിൽ ആയിഷ ബിവിയെ നബി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ ആയിഷ മാ അസാലു അജിദു അലമി ത്വആമു അല്ലദീ അഖൽതു ബി ഖൈബർ ഫആദാ അവനു വജദതു ഇൻഖിതാഇ അബ്ഹരി മിൻ ദാലികൽ സുമ്മ. അന്ന് ഞാൻ ഹൈബറിൽ നിന്ന് മടങ്ങുമ്പോൾ 3 വർഷം മുമ്പ് ഹൈബറിൽ നിന്ന് ഞാൻ മടങ്ങുന്ന സന്ദർഭത്തിൽ ഞാനും ബിശ്റുമുള്ള സദസ്സിലേക്കല്ലേ എനിക്കിഷ്ടപ്പെട്ട ആട്ടിൻ കുറക് പൊരിച്ച് അതിൽ വിഷം പുരട്ടിക്കൊണ്ട് ആ ജൂത സ്ത്രീ കൊണ്ടുവന്നത്. എന്നിട്ടോ ബിശ്ർ റളിയല്ലാഹു അൻഹ അതിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുകയും തന്റെ വായിൽ വെച്ച് അത് ഇറക്കുകയും ചെയ്യുന്ന താമസം ബിശ്ർ അതാ മരിച്ചു വീഴുന്നു. അതുമാത്രമല്ല, ഞാനും ഒരു ഭാഗം എടുത്തു വായിലേക്ക് ഇട്ടു, ഇറക്കിയില്ലേ. അള്ളാഹുവിന്റെ ഇസ്മത്ത് കൊണ്ട് അള്ളാഹു എന്നെ സംരക്ഷിച്ചുവല്ലോ, പക്ഷേ അത് ഞാൻ കഴിച്ചു, ആ ഉഗ്രവിഷം എന്റെ രക്തത്തിലേക്ക് കലർന്നുപോയി ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇപ്പോ ആ വിഷം എന്റെ നാഡീ നരമ്പുകളിലൂടെ പ്രവഹിക്കുന്ന രക്തത്തിലൂടെ സഞ്ചരിച്ചിട്ട് അത് എന്നെ വേദനിപ്പിക്കുന്നു ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന കടിച്ചു പിടിച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, എന്റെ നാഡീ നരമ്പുകൾ മുറിയുന്നത് പോലെ, എന്റെ നാഡീ നരമ്പുകൾ മുറിയുന്നത് പോലെയാണ് എനിക്ക് വേദന അനുഭവപ്പെടുന്നത് എന്ന് പറയുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം അധികരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇറ്റ് വെള്ളത്തിന് വേണ്ടി അവരോട് ചോദിച്ചു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെള്ളം കൊണ്ടു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വെള്ളം കുടിക്കുകയും അതിനുശേഷം യമനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പുതപ്പ് തന്റെ മേൽ പുതക്കാൻ പറയുകയും ചെയ്തു. ആ പുതപ്പ് പുതച്ച സന്ദർഭത്തിൽ നബി തന്റെ മുഖത്തേക്ക് ആ പുതപ്പ് എടുത്തിട്ടു. അങ്ങനെ അസ്വസ്ഥനായ നബി വീണ്ടും ആ പുതപ്പ് താഴേക്കിട്ടു, വീണ്ടും മുകളിലേക്കിട്ടു, വീണ്ടും താഴേക്കിട്ടു. അങ്ങനെ അസ്വസ്ഥനായിക്കൊണ്ട് രോഗം സഹിക്കവയ്യാതെ, വേദന സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്വസ്ഥനായി. അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ പറയുന്നതായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹു തന്റെ ചെവി നബിയുടെ വായിന്റെ അരികിലേക്ക് കൊണ്ടുചെന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലഅനല്ലാഹുൽ യഹൂദു വൻ നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ലഅനല്ലാഹ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു, അൽ യഹൂദു വൻ നസാറ, ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബർ അല്ലാഹുവേ നീ ഒരു ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ, ഒരു ആരാധിക്കപ്പെടുന്ന കേന്ദ്രമാക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. അന്നും ഇന്നും ഒരാൾക്കും കൈ കടത്താൻ പറ്റാത്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബർ സുരക്ഷിതമാക്കി 5 ചുവരുകൾക്കുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്.
ആ ഖബർ ഇപ്പോഴും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ലോകത്തിലുള്ള സൗദി അറേബ്യയിലെ മദീനയിലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. പിന്നീട് പുളയുന്ന വേദനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വഔസൻ നബിയന്നാസ് അസ്സലാത്ത് അസ്സലാത്ത് അസ്സലാത്ത്. ഓ ജനങ്ങളെ, നമസ്കാരത്തെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക, നമസ്കാരം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങൾ ഉടമപ്പെടുത്തിയിരിക്കുന്ന, നിങ്ങൾ അധീനപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളുടെ അടിമകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഉത്ബോധനം നൽകുന്നു. അതിനുശേഷം നമുക്ക് കാണാം, ളുഹാ സമയമായ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വ അന്നല്ലാഹ ജമഅ ബൈന റീഖി വരീഖി ഇൻദ മൗതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഉമിനീരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സന്ദർഭത്തിൽ ജമഅ ഒത്തുചേർത്തു, ഒന്നിച്ചു ചേർത്തു എന്നുള്ളതാണ്. എങ്ങനെയാണത്? ആ ളുഹാ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ ആ വീട്ടിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അറാഖിന്റെ കൊള്ളി ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹു നബിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നബിയുടെ കണ്ണുകൾ ആ അറാഖിലേക്ക് നോക്കുന്നു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, സിവാക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന, പല്ല് തേക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറാഖിന്റെ കൊള്ളി ആഗ്രഹിക്കുന്നു എന്ന് കണ്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആഹുദുഹു ലക്. നബിയോട് ചോദിക്കുകയാണ്, ആഹുദുഹുലക്, നബിയെ താങ്കൾക്ക് ഞാൻ അത് കൊണ്ടുതരട്ടെയോ? എന്നാൽ തന്റെ നാവ് പോലും അനക്കാൻ കഴിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅശാറ, തന്റെ തല കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അൻഅം, അതെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ആയിഷ ബീവി അത് തന്റെ സഹോദരനായ അബ്ദുറഹ്മാനിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നു. എന്നാൽ ആ അറാഖിന്റെ കൊള്ളി കുറച്ച് കഠിനമായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ താങ്കൾക്ക് ഞാൻ അത് മൃദുവാക്കി തരട്ടെയോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ നബി അപ്പോഴും തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, അനാം, അതെ അതിനെ ഒന്ന് മൃദുവാക്കി തരൂ എന്ന് പറയുന്നു. ഫലയ്യൻതുഹു, ഞാൻ അതിനെ മൃദുവാക്കിയെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഉമ്മനീര് അള്ളാഹു യോജിപ്പിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈ ഒരു പാത്രത്തിൽ മുക്കിക്കൊണ്ട് തന്റെ മുഖം കഴുകുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, കൂട്ടരെ, വഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് നബി പറയുകയാണ്, ഇന്ന് വരെ ആരും പറയാത്തൊരു സത്യം, ഇന്ന് വരെ മരിച്ചു പോയവർ തിരിച്ചു വന്ന് പറയാത്തൊരു സത്യം, അലാ ഇന്നലിൽ മൗതി സകറാത്ത്, അലാ ഇന്നലിൽ മൗതി സകറാത്ത്. ആയിഷ, നീ അറിയണം, ഇന്നലിൽ മൗതി, തീർച്ചയായും മരണത്തിന് സകറാത്ത്, സഹിക്കവയ്യാൻ പറ്റാത്ത കഠിനമായ ഒരു വേദനയുണ്ട് ആയിഷ. നോക്കൂ, നിങ്ങൾ ആരാണ് പറയുന്നത്? ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി ഇറക്കിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നലിൽ മൗതി സകറാത്ത്, തീർച്ചയായും മരണത്തിന് കഠിനമായ, സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേദനയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈവിരലുകൾ അനക്കുന്നു, തന്റെ ചുണ്ടുകൾ അനക്കുന്നു. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചെവി അടുപ്പിച്ചു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഖാല അല്ലാഹുമ്മ അഗ്ഫിർലി വറഹംനി വഅൽഹിഖ്നി ബിറഫീഖിൽ അഅലാ, അല്ലാഹുമ്മ റഫീഖിൽ അഅലാ. അല്ലാഹുവേ, അഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണമേ. ദിവസവും 100 തവണയിൽ കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുമ്മ അഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. വറഹംനി, അല്ലാഹുവേ നീ എനിക്ക് കരുണ ചൊരിയണമേ. വഅൽഹിഖ്നി ബിറഫീഖിൽ അഅലാ, അല്ലാഹുവേ റഫീഖിൽ അഅലയിലേക്ക് നീ എന്നെ ചേർക്കണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹുമ്മ റഫീഖുൽ അഅലാ, അല്ലാഹുവേ റഫീഖുൽ അഅലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറവിട്ടുകൊണ്ട് പറയുകയാണ്. അതിനുശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല മുന്നോട്ട് ചായുന്നത് ഞാൻ കണ്ടു. എന്തോ എടുക്കാനാണെന്ന് ഞാൻ കരുതി. എന്നാൽ ഞാൻ മുഖമൊന്ന് മാറ്റി നോക്കിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ താഴത്ത് വീഴാൻ പോകുന്നു. ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ 2 കൈകളും കൊണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്വാസം നിലച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്വാസം നിലച്ചത് ഞാൻ അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം നിലച്ചത് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സിലാക്കി, ലോകത്തിന്റെ പൊൻകിരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിങ്കലേക്ക് യാത്രയായി എന്ന് ഞാൻ മനസ്സിലാക്കി.
മാത്രമല്ല അതിനുശേഷം പറയുന്നു, ലോകത്തിന്റെ പൊൻകിരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിലേക്ക് യാത്രയായി എന്ന് പറയുന്ന സന്ദർഭത്തിൽ സമാധാനമടഞ്ഞ ആത്മാവേ, തൃപ്തിപ്പെട്ടുകൊണ്ട്, തൃപ്തി ലഭിച്ചുകൊണ്ട് നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് മടങ്ങിക്കൊള്ളുക. എന്നിട്ട് എന്നിട്ട് എന്റെ അടിയാന്മാരിൽ പ്രവേശിച്ചു കൊള്ളുക. എന്റെ സ്വർഗത്തിലും പ്രവേശിച്ചു കൊള്ളുക. കണ്ണുപോലും അടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലെ ചൂട് കുറയുന്നത് ഞാൻ മനസ്സിലാക്കി. നോക്കൂ നിങ്ങളെ, ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. ആ ലോകത്തിനയക്കപ്പെട്ട കാരുണ്യം ഇതാ അല്ലാഹുവിലേക്ക് മടങ്ങിയിരിക്കുന്നു. അമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. ആ കാരുണ്യം ഇതാ അല്ലാഹുവിലേക്ക് മടങ്ങിയിരിക്കുന്നു. അറേബ്യൻ ലോകമിരുണ്ടു, കറുത്ത ദിനം അവരിൽ വന്നെത്തി. സങ്കടം സഹിക്കവയ്യാതെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരു സഹാബി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത അറിയിച്ച സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇല്ല, പ്രവാചകൻ മരിച്ചിട്ടില്ല. ഇനി അങ്ങനെ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ തല വെട്ടിക്കളയുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു സങ്കടം സഹിക്കവയ്യാതെ പറയുകയാണ്. ആ സമയം അബൂബക്കർ വരികയും ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി നിന്നുകൊണ്ട് പറയുന്നു, ആരാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചത്, മുഹമ്മദ് ഖദ് മാത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി അല്ലാഹുവിലേക്ക് മടങ്ങിയിരിക്കുന്നു. എന്നാൽ ആരാണോ അല്ലാഹുവിനെ ആരാധിച്ചിരിക്കുന്നത്, വഹുവ ഹയ്യുൻ, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ലാ യമൂത്ത്, അവന് മരണമില്ല. അങ്ങനെ അതിനുശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനുശേഷം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ഒരു വരി അബൂബക്കർ റളിയല്ലാഹു അൻഹു പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ബന്ധം അത്രയേറെ കഠിനമായിരുന്നു. കറുകറുത്ത കാപിരിയായ ബിലാലിനെ വെളുവെളുത്ത സുന്ദരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പിടിച്ചതുപോലെ, തന്റെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചതുപോലെ മറ്റൊരാളും അദ്ദേഹത്തെ ഇതുവരെ ചേർത്ത് പിടിച്ചിട്ടില്ല. തന്റെ സ്വന്തം സഹോദരനെ പോലെ നോക്കിയിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ അറേബ്യൻ ലോകം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് ഒരു കവിത എഴുതുന്നുണ്ട്. അതിന്റെ തുടക്കം ഇങ്ങനെയാണ്, മാ ബാലു ഐനിക ലാ തനാം കഅന്നമാ കുഹിലത് മാകിഹാ ബികുഹ്ലിൽ അർമദ്. നിങ്ങളുടെ കണ്ണുകൾക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ കൺതടങ്ങൾ കൺമഷിയിട്ടതുപോലെ ആയിട്ടുണ്ടല്ലോ. കരഞ്ഞ് കരഞ്ഞ് അവരുടെ കൺതടങ്ങൾ കറുത്തിരുണ്ടുപോയി എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. അങ്ങനെ ഈ ലോകത്തിന് അനുഗ്രഹമായി ഇറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് വിട പറയുകയാണ്. അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുക, സ്വർഗം കരസ്ഥമാക്കുക. അതിന് നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരണേ നാഥ. ഞങ്ങളെയും ഞങ്ങളെ കുടുംബാംഗങ്ങളെയും ഞങ്ങളെ ബന്ധുമിത്രാദികളെയും നാഥ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒത്തുചേർക്കണമേ നാഥ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.